വാർത്ത കൊച്ചി ഗ്ലോബൽ സ്കൂളിലെ മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയാണ്. അതിൽ നമുക്കറിയാം അമ്മ നടത്തുന്ന ഒരു നിയമ പോരാട്ടമുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് ഈ വിഷയം അന്വേഷിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. റാങ്കിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യ എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം ഉണ്ടാവുക. ഇതിനായി കുടുംബാംഗങ്ങളും സ്കൂൾ അധികൃതരും ഇന്ന് കളക്ടറേറ്റിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് വളരെ നിർണായകമായ ഒരു നീക്കമാണ്. കാരണം നേരത്തെയും ഈ സ്കൂളിനെതിരെ സമാനമായ പരാതികൾ ഉയർന്ന പശ്ചാത്തലമുണ്ട്. അന്നും ആ പരാതികളിൽ കാര്യമായ അന്വേഷണമോ എന്താണ് ഈ സ്കൂളിൽ സംഭവിക്കുന്നു എന്ന കാര്യത്തിലോ ഒന്നൊരു വ്യക്തത വന്നിരുന്നില്ല. ഇപ്പോൾ മിഹിറിന്റെ അമ്മ നൽകിയ പരാതിയിൽ അവരുടെ നിയമപോരാട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഇപ്പോൾ ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് മന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായാണോ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം? എന്തൊക്കെയാണ് അവർ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? രഞ്ജിത്ത, ഇന്ന് രാവിലെ ജില്ലാ കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പ് അവരിൽ നിന്ന് വിവരം ശേഖരിക്കുക എന്നതാണ്. കാരണം ഇവരോട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നേരിട്ടെത്തി സ്കൂൾ അധികൃതരോട്, അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കളോട് അവരോടും കുടുംബത്തോടും എല്ലാം തന്നെ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും തന്നെ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവരുടെ ഒരു പരാതി സംബന്ധിയായ കാര്യങ്ങൾ, ഇവർക്ക് കുടുംബത്തിന് എന്ത് പറയുവാനുണ്ട് എന്നത് സംബന്ധിച്ചാണ് കേൾക്കുന്നത്. അവർക്ക് വലിയ രീതിയിലുള്ള പരാതികൾ, മനോവിഷമങ്ങൾ ഇതെല്ലാം തന്നെ ഈ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സർക്കാരിനോട് നേരിട്ട് പറയുവാനുള്ള ഒരു അവസരം തന്നെയാണ് വന്നിരിക്കുന്നത്. സ്കൂൾ അധികൃതർക്ക് എന്ത് വിശദീകരണം ഇത്തരം പരാതികളിൽ നൽകാനുണ്ട്? ഈ പരാതി വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് റാഗിംഗ് പോലുള്ളൊരു സംഭവം സംസ്ഥാനത്തെ സ്കൂളിൽ നടക്കുക, അതും വളരെ നീചമായ രീതിയിൽ തന്നെ ഈ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള ഒരു ഇടപെടൽ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി? ഇത്തരം കാര്യങ്ങൾ ഒരു സ്കൂൾ വളപ്പിനകത്ത് നടക്കുമ്പോൾ നിങ്ങളിത് അറിഞ്ഞില്ലേ എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇക്കാര്യങ്ങളിലെല്ലാം എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതുവിൽ അന്വേഷിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പൊതുവിൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഈ CBSE സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ ഒരു ചട്ടക്കൂടിന് പുറത്ത്, അല്ലെങ്കിൽ അത് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു ബോധ്യമെല്ലാം ചില സമയങ്ങളിലെല്ലാം അവർ പ്രകടമാക്കാറുണ്ട്. ചില പ്രവർത്തന രീതിയെല്ലാം തന്നെ പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനകത്ത് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ബോധിപ്പിക്കേണ്ടി വരുന്നത്. കൃത്യമായ രീതിയിൽ ഇതിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആലുവ DO ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായ ഒരു വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നടത്തുകയും ചെയ്തിരുന്നു. അതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് ഇതെല്ലാം സംബന്ധിച്ച് ഒരു പ്രാഥമികമായ ഒരു വിവരശേഖരണം അടക്കം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നടത്തി. അതിനുശേഷമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ നേരിട്ട് ഇവരോട് എത്താനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുടുംബം ഇന്നലെ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഇവർ ഇന്നലെ അന്വേഷണ സംഘം, അതായത് ഹിൽ പാലസ് പോലീസാണ് നേരിട്ട് ഇത് അന്വേഷിക്കുന്നത്. അവർ ഒരു 10 അംഗ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഇവർക്ക് മുന്നിലെത്തുകയും തങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ അത്രയും ബോധ്യപ്പെടുത്തുകയും തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട്. അതെല്ലാം മകൻ്റെ മരണം ചില വിദ്യാർത്ഥി സംഘങ്ങൾ ആഘോഷിക്കുകയായിരുന്നു എന്നുള്ളൊരു പരാതി കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ദുഃഖകരമാക്കുന്നൊരു വസ്തുതയും അത് തന്നെയാണ്. ഇവരുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന 3 വിദ്യാർത്ഥി സംഘങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സീനിയർ വിദ്യാർത്ഥി സംഘങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അവർ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇവർ ചില വാട്സപ്പ് ചാറ്റുകൾ, സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചില വീഡിയോ പോലും അവർ ഇതിനെ ഈ മരണം കളിയാക്കിക്കൊണ്ട് അവർ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ എല്ലാം തന്നെ കുടുംബം ശേഖരിച്ച തെളിവുകളടക്കം കൈമാറുന്നുണ്ട്. ഇന്നലെ പോലീസിനത് കൈമാറിയിരുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൂടി വരുമ്പോൾ അദ്ദേഹത്തിന് കൂടി കൈമാറുകയും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും. എന്താണ് ഇവർക്ക് ഇതിൽ പറയുവാനുള്ളത്, സ്കൂൾ അധികൃതർക്ക് പറയുവാനുള്ളത് എന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി, നേരത്തെ മിർ അഹമ്മദ് പഠിച്ചിരുന്ന
കാക്കനാട് മറ്റൊരു സ്കൂളുണ്ട്, ജെംസ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. അവിടെ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്ന ബിനു അസീസ് എന്നൊരാൾ ഇന്നലെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ ബാലാവകാശ കമ്മീഷനിൽ മിർ അഹമ്മദിന്റെ കുടുംബം നേരത്തെ പരാതി നൽകിയിരുന്നു. ആ കുട്ടിയോട് വളരെ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും എല്ലാം തന്നെ ചെയ്തിട്ട് ഒടുവിൽ അവിടെ നിന്ന് സ്ഥലം മാറ്റം വാങ്ങിച്ചാണ് ഈ സ്കൂളിലേക്ക് വന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പറയുവാനുള്ളൊരു അവസരം കൂടിയാണ് ആ കുടുംബത്തിന് ലഭിക്കുന്നത്. രഞ്ജിത്ത്, ഡാനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.